മലപ്പുറം നിലമ്പൂർ വനത്തിൽ നിന്ന് സ്വർണം ഖനനം ചെയ്ത കേസിൽ 7 പേർ പിടിയിൽ. മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളെയാണ് വനം ഇന്റലിജൻസും റേഞ്ച് ഓഫീസറും ചേർന്ന് പിടികൂടിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എന്താണ് ഇവരുടെ പശ്ചാത്തലം? എന്താണ്, ഏത് രീതിയിലാണ് ഇവരിത് നടത്തിയത്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സമീർ? വനമേഖലയിൽ ചാലിയാർ പുഴയുടെ തീരങ്ങളിലെ മണലിലാണ് ഈ സ്വർണത്തിന്റെ അംശമുള്ളത്. ഇത് വലിയ തോതിൽ ഖനനം നടത്തിയ കേസിലാണ് ഇപ്പോൾ 7 പേരെ ഈ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിപ്പാടം സ്വദേശികളായ റസാഖ്, ജാബിർ, അലവിക്കുട്ടി, അഷറഫ്, സക്കീർ, ഷമീം, സുന്ദരൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ ഈ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണൽ ഊറ്റിയാണ് വൻതോതിൽ സ്വർണം അരിച്ചെടുത്തത് എന്നുള്ളതാണ് ഈ വനംവകുപ്പിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. ഈ ചാലിയാർ പുഴയുടെ മരുത ഭാഗം മുതൽ നിലമ്പൂർ മൊടവണ്ണക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ ഈ മണലിലാണ് ഈ സ്വർണത്തിന്റെ അംശമുള്ളത്. ഇത് ഈ അരിച്ചുമൊക്കെ പ്രദേശവാസികൾ ഇങ്ങനെ എടുക്കാറുണ്ടെങ്കിൽ പോലും വലിയ തോതിൽ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ മണലടക്കം ഈ വെള്ളത്തിലൂടെ അടിച്ചെടുത്ത് ഇത്തരത്തിൽ അരിച്ചുള്ള ഒരു പരിപാടി ഇതാദ്യമാണ് എന്നുള്ളതാണ് വനം വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. വനം വിജിലൻസിനും ഒപ്പം തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട ഏജൻസികൾക്കും ഒരു രഹസ്യ വിവരം ഇത്തരത്തിൽ ലഭിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ വലിയ അളവിൽ ഈ സ്വർണ്ണ ഖനനം നടക്കുന്നു എന്നുള്ളതായിരുന്നു വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തുകയും സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ നിലമ്പൂർ മേഖലയിലെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഈ മണലിൽ ഒപ്പം തന്നെ ഈ സ്വർണത്തിന്റെ അംശമൊക്കെ ഉള്ളത് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് മുതലെടുത്ത് ഈ സ്വർണത്തിന് വലിയ വില ഉള്ള ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ തോതിലുള്ള ഒരു ഖനനത്തിന് ഇവർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഈ മോട്ടോർ സെറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നിലവിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് വനം വകുപ്പിന്റെ നീക്കം. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.